നിങ്ങളുടെ കണ്ണിൽ ഒരു നിമിഷം സ്ത്രീകൾ നോക്കിയിട്ടുണ്ടോ? എങ്കിൽ സമാധാനമായിരിക്കേണ്ട. നിങ്ങളുടെ മനസ്സിലെ രഹസ്യങ്ങൾ അവർ മനസ്സിലാക്കിയിരിക്കും. തമാശയല്ല പറയുന്നത്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ മലയാളി വരുൺ വാര്യർ വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ രഹസ്യമാണിത്. കണ്ണിൽ നോക്കി മറ്റുള്ളവരുടെ മനസ്സിലെ രഹസ്യങ്ങൾ വായിച്ചെടുക്കാൻ സ്ത്രീകൾക്ക് സവിശേഷമായ കഴിവുണ്ടെന്നാണ് വരുണിൻ്റെ പുതിയ കണ്ടെത്തൽ. DNA ബന്ധപ്പെട്ടതാണ് സ്ത്രീകളുടെ ഈ കഴിവ്. പുരുഷന്മാരിൽ ഈ കഴിവ് വളരെ കുറവാണ്. പലപ്പോഴും കണ്ണിൽ നോക്കി സംസാരിക്കാൻ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നതും ജനിതക രഹസ്യമാണെന്നാണ് കണ്ടെത്തൽ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 89,000 പേരിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുൺ ഈ നിഗമനത്തിലെത്തിയത്. ഇക്കാര്യം പുതിയ ലക്കം മോളിക്കുലർ സൈക്കാട്രി എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളിയാണെങ്കിലും വരുൺ പഠിച്ചതൊക്കെ ചെന്നൈയിലാണ്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ S. ഗോപാലകൃഷ്ണ വാര്യരുടെയും രാജേശ്വരി വാര്യരുടെയും മകനാണ് വരുൺ. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഓട്ടിസം റിസർച്ച് സെന്റർ ഡയറക്ടർ പ്രൊഫസർ സിമോൺ ബാരൻകോൺ, പാരീസിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തോമസ് ബെർഷുറോം എന്നിവരും വരുണിനൊപ്പം ഈ ഗവേഷണത്തിലുണ്ടായിരുന്നു. 20 വർഷം മുമ്പാണ് കേംബ്രിഡ്ജ് സർവകലാശാല കണ്ണിൽ നോക്കി മനസ്സ് വായിക്കുന്ന പരീക്ഷണം എന്ന ഐസ് ടെസ്റ്റ് വികസിപ്പിച്ചത്. ജനിതക ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന 23andMe എന്ന കമ്പനിയുമായുള്ള തന്ത്രപ്രധാന സഹകരണത്തോടെയായിരുന്നു ഗവേഷണങ്ങൾ. വർഷങ്ങളായി തുടരുന്ന ഗവേഷണങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ വിവിധ കാലങ്ങളിൽ പങ്കാളികളായിരുന്നു. സ്ത്രീകളുടെ ക്രോമസോം 3യിലെ ജനിതക വ്യതിയാനങ്ങളാണ് കണ്ണിൽ നോക്കി മുന്നിൽ നിൽക്കുന്നയാളുടെ മനസ്സ് വായിക്കാനുള്ള ശേഷി നൽകുന്നത് എന്നാണ് വരുണിൻ്റെ സംഘം കണ്ടെത്തിയത്. പുരുഷന്മാരിലാകട്ടെ ക്രോമസോം 3ന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല. പുരുഷന്മാരിൽ ഈ ശേഷി ഇല്ലെന്നാണ് പൊതുവെ കരുതുന്നത്. ഭാവിയിൽ ഇത് മാറിമറിഞ്ഞേക്കാം. ഈ വിഷയത്തിൽ ഇനിയും കൂടുതൽ പഠനങ്ങൾ അനിവാര്യമാണെന്നാണ് ഗവേഷകർ കരുതുന്നത്. ജീനുകളാണ് മനുഷ്യന്റെ വിവിധ ശേഷികൾക്ക് പിന്നിലെന്ന് നേരത്തെ കണ്ടെത്തിയതാണ്. ആദ്യമായാണ് മനസ്സ് വായിക്കുന്ന ഐസ് ടെസ്റ്റിനെ മനുഷ്യന്റെ ജനിതക വ്യവസ്ഥയുമായി ബന്ധിപ്പിക്കുന്ന പഠനം നടക്കുന്നത്. സോഷ്യൽ ന്യൂറോ സയൻസ് മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് ഈ പഠനഫലമെന്ന് വരുൺ പറയുന്നു.